നമ്മുടെ സ്വതക്ക കിട്ടിയ ഒരാൾ നമ്മെ ബഹുമാനിക്കണം എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്ക് തോന്നിയാൽ ആ സ്വതക്ക ബാത്തിലായി. നമ്മൾ സഹായിച്ചിട്ട് ഒരാൾ വീട് വെച്ചു, അയാൾ പിന്നീട് നമ്മളോട് അധികം ബന്ധമൊന്നുമില്ലെങ്കിൽ നമുക്ക് വിഷമമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വതക്കൊക്കെ എന്തോ പ്രശ്നമുണ്ട്. കാരണം എന്തേ? ഞാൻ സഹായിച്ചിട്ടല്ലേ അയാൾ വീട് വെച്ചത്. കണ്ടോ, സ്വതക്ക ബാത്തിലാവുന്ന ഒന്നും നമ്മളെ മനസ്സിലേ ഉണ്ടാവില്ല. ആയിഷ ബീവിയുടെ ഒക്കെ സൂക്ഷ്മത കേട്ട് നമ്മൾ അത്ഭുതപ്പെടും. ആയിഷ ബീവി ഒരാൾക്ക് സ്വതക്ക കൊടുത്താല് അടിമച്ചക്കനെ വിളിച്ചിട്ട് പറയും, ഈ സ്വതക്ക കിട്ടിയ ആളുടെ വേഗം തന്നെ നീ പോടുന്നു. അയാൾ വീട്ടിലെത്തുന്നവരെ വേഗം പോടുന്നു. പോയിട്ട് തിരിച്ചു വന്നിട്ട് ചോദിക്കും, അയാള് സ്വതക്ക തന്നെ എനിക്ക് വേണ്ടി ദ്വാരന്നിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രശ്നം ദ്വാരന്നിട്ടില്ല. എപ്പോഴെങ്കിലും സ്വതക്ക കിട്ടിയ ആളെ എനിക്ക് വേണ്ടി ദ്വാരന്നെന്നാണ് ആയിഷ ബീവി കേട്ടാൽ ഒന്നുകൂടി സ്വതക്ക കൊടുക്കും. കാരണം ഇപ്പം കൊടുത്ത സ്വതക്കന്റെ പ്രതിഫലം ഇവിടെ തന്നെ ദ്വാ ആയിട്ട് തീർന്നു പോകുന്നത് പേടിച്ചിട്ട്. അമ്മ കൊടുത്ത സ്വതക്കന്റെ ലിസ്റ്റാറ്റ ഉസ്താവ് വായിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത റബിയുൽ ലെവലിൽ കളി കാണിച്ചരാന്ന്. അല്ല, നമ്മൾ കുറെ മാറാനുണ്ട്. ആരെയും തൃപ്തിപ്പെടുത്താനും ഒരു എൻട്രി പാസ് കിട്ടാനും ഒരു